പ്രിയ കലാസ്നേഹികളെ, സുഹൃത്തുക്കളെ, തൻ്റെ ഏകജാതന് ഈ ഭൂമിയിൽ ഒരപ്പൻ്റെ കരുതൽ നൽകാൻ പിതാവായ ദൈവം തിരഞ്ഞെടുത്ത് നിശ്ചയിച്ച തൻ്റെ സ്ഥാനക്കാരൻ വിശുദ്ധ യൗസേപ്പ് പിതാവ് ഇന്ന് ഇവിടെ ഈ ദേവാലയാങ്കണത്തിൽ വിശുദ്ധന്റെ ജീവിതത്തിൽ നിന്നും ഏതാനും ചില ഭാഗങ്ങൾ ഒരു നാടകരൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ മനസ്സിൽ അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. ഈ ദേവാലയത്തിൽ സാക്ഷ്യപ്പെടുത്തപ്പെട്ടിട്ടുള്ള നിരവധിയായ അത്ഭുതങ്ങൾ നമ്മുടെ ഇടവക മധ്യസ്ഥനായ യൗസേപ്പ് പിതാവ് നാം ഓരോരുത്തരുടെയും ജീവിതയാത്രയിൽ ഒരു നിഴൽ പോലെ നമ്മെ അനുഗമിക്കുന്നുണ്ടെന്നതിൻ്റെ ഉണ്ണീശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കാവലാളായതുപോലെ നമ്മുടെയും കാവലാളായി നിലകൊള്ളുന്നു എന്നതിൻ്റെ ശക്തമായ തെളിവുകളാണ്. രക്ഷാകര ചരിത്രത്തിലെ ഒരു നിശബ്ദ സാന്നിധ്യമായ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരൊറ്റ വാക്കിനാൽ ഒരു മഹാകാവ്യം എഴുതി ചേർത്തിട്ടുണ്ട്: നീതിമാൻ. ഈ ദൃശ്യാവിഷ്കാരം ഒരുക്കുവാനായി ബൈബിളിന് പുറമെ താഴെ പറയുന്ന ഗ്രന്ഥങ്ങൾ കൂടി വിശകലനം ചെയ്തിട്ടുണ്ട്. മരിയ വാൾത്തോർത്തയുടെ ദൈവമനുഷ്യന്റെ സ്നേഹഗീത, വാഴ്ത്തപ്പെട്ട ആൻ കാത്രിൻ എംറിച്ചിന്റെ ഈശോയുടെ പീഡാനുഭവ രംഗങ്ങൾ, വാഴ്ത്തപ്പെട്ട അഗ്രദായിലെ മേരിയുടെ ദൈവനഗരം, ഡൊണാൾഡ് കാലോവയുടെ വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള പ്രതിഷ്ഠ, ഫാദർ പീറ്റർ കോയിക്കരയുടെ നീതിമാന്റെ ചരിതം, വില്യം ബാർക്ലേയുടെ ബൈബിൾ കമന്ററി, അപ്രമാണിക ഗ്രന്ഥമായ യാക്കോബിന്റെ സുവിശേഷം. ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് കാവലാൾ. അടുത്തറിയുന്തോറും കൂടുതൽ സ്നേഹിക്കാൻ തോന്നുന്ന, സ്നേഹിക്കുന്തോറും കുറെ കൂടി അടുത്തറിയണമെന്ന് തോന്നുന്ന നമ്മുടെ സ്വന്തം പുണ്യവാളന്റെ കഥ. ഈ കലാസൃഷ്ടിയുടെ ആശയം, കഥ, തിരക്കഥ, സംഭാഷണം, ഗാനരചന റവറൻ ഫാദർ ഷിജോ ചിരിയങ്കണ്ടത്ത്. കലാസംവിധാനം ഷാരോൺ മാളിയേക്കൽ. നൃത്ത സംവിധാനം റീന ജോബി ആൻഡ് അന്ന റോസ്. വീഡിയോ റെക്കോർഡിംഗ് ആൻഡ് മിക്സിംഗ് ജോയൽ ജോഷി. സംഗീത സംവിധാനം അന്ന ഡെന്നീസ്. ഗാനാലാപനം ഫാദർ ഷിജോ ചിരിയങ്കണ്ടത്ത്, രമ്യ എഡ്വിൻ ആൻഡ് മരിയ ഡെന്നീസ്. സാങ്കേതിക സഹായം ടോമി പാലയൂർ ആൻഡ് നിഷാന്ത് പോൾസൺ. സ്റ്റുഡിയോ ആൻഡ് ഓഡിയോ റെക്കോർഡിംഗ് TP മീഡിയ, തോമസ് പൈനാടത്ത്. സംവിധാനം AC ജോണി. അരങ്ങത്തും മണിയറയിലും ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സീൻ കോർഡിനേറ്റർമാർ, കൈക്കാരന്മാർ, വിശ്വാസ പരിശീലകർ, കുടുംബ കൂട്ടായ്മകളുടെയും വിവിധ സംഘടനകളുടെയും ഭാരവാഹികൾ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ ഇടവകയിലെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, സർവശക്തനായ ദൈവത്തിന്റെ ആശീർവാദത്തിനായി തലകുനിച്ചുകൊണ്ട് സെന്റ് ജോസഫ്സ് ഡ്രാമ ക്ലബ് അഭിമാനപൂർവ്വം കാഴ്ചവെക്കുന്നു ഞങ്ങളുടെ രണ്ടാമത്തെ നാടകം, കാവലാൾ, ദ സ്റ്റോറി ഓഫ് സെന്റ് ജോസഫ്. നസ്രത്തിലുണ്ടൊരു പുണ്യഗീതം
ദേവകുമാരന്റെ വളർത്തുപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നന്മരണ മധ്യസ്ഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അനുസരണത്തിന്റെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിതനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാവ്രതക്കാരുടെ കാവൽക്കാര, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമ്മാമേ എന്താടാ ഈ പ്രാർത്ഥന ചൊല്ലാനും സമ്മതിക്കില്ലേ? അമ്മാമേ, ഔസേപിതാവ് പട്ടാളക്കാരനായിരുന്നു. വയസ്സായവരെയൊക്കെ പട്ടാളത്തിൽ എടുക്കുവോ? വയസ്സായിന്നോ? പട്ടാളക്കാരനോ? എന്റെ പുണ്യാളാ, ഈ ചെക്കൻ. അതല്ല മാമേ, ആ ചിത്രത്തിൽ കണ്ടോ, വെള്ള താടിയൊക്കെ വെച്ച് ഒരപ്പാപ്പൻ. എങ്ങനെ കാവൽക്കാരനാവുക? എവിടെ കാവൽ നിന്നത്? അപ്പോ നീ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നുല്ലേ? ഇവിടെ ഇരിക്കെ, പ്രാർത്ഥന കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം. വാ, നല്ല കുട്ടിയല്ലേ? മനുക്കുട്ട, എത്ര തവണയായി നിന്നോട് പറയുന്നു പ്രാർത്ഥനയ്ക്ക് മര്യാദക്കിരിക്കാൻ? ഒന്നനുസരിക്കും മോനെ. രണ്ടടി കിട്ടാത്തതിന്റെ സുഖയുടെ ചെക്കന്. അതെങ്ങനെയാ? എല്ലാവരും കൂടെ തലകെറ്റി വെച്ചേക്കല്ലേ. ഓ കന്യകാമറിയത്തിന്റെ ഏറ്റവും നിർമ്മലനായ വല്ലഭനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷാകർത്താവായ വിശുദ്ധ ഔസേപ്പേ, അങ്ങേ വിളിച്ചപേക്ഷിച്ചവരിൽ ഒരാളെ പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്നോർക്കണമേ. ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് ഞങ്ങൾ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നു. ഓ ദിവ്യരക്ഷകന്റെ വളർത്തുപിതാവേ, ഞങ്ങളുടെ അപേക്ഷകൾ ദയാപൂർവം കേൾക്കണമേ. ആമേൻ. വന്ദേനാം യൗസേപ്പേ പാഹി മാം. ധന്യനാം നിൻ പാദം തേടുന്നു. നിസ്തുല ഭാഗ്യമോടഭയം സ്വർഗീയ രാജ്യത്തിൽ വാഴുന്നു. വന്ദേനാം യൗസേപ്പേ പാഹി മാം. ധന്യനാം നിൻ പാദം തേടുന്നു. നിസ്തുല ഭാഗ്യമോടഭയം സ്വർഗീയ രാജ്യത്തിൽ വാഴുന്നു. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വാ ഇനി പറഞ്ഞു താ ഔസേപിതാവിന്റെ കഥ. അതറിഞ്ഞിട്ട് വേണം എനിക്ക് പട്ടാളത്തിൽ ചേരാൻ. പിന്നെയും തുടങ്ങിയോ? ഈ പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റു. മനുക്കുട്ട, കുറുമ്പൊന്നും കാണിക്കല്ലടാ. ആ, ഞാനൊന്ന് നടന്നിട്ട് വരാം. പിന്നെ ആ സണ്ണീനെ ഒന്ന് കാണണം. അവിടെ ഓഫീസിലെ നിനക്കൊരു അക്കൗണ്ടന്റ് ഒഴിവുണ്ടെന്ന് പറഞ്ഞിരുന്നു. കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കിയിട്ട് വരാം. ആ ശരി, അധികം വൈകില്ലല്ലോ അല്ലേ? അമ്മാമേ വാ. ദേ വന്നു. മനുക്കുട്ട, ഔസപിതാവ് കാവൽക്കാരൻ തന്നെയാ. ഈശോയുടെ മാതാവിൻ്റെയും പിന്നെ ഇപ്പോ നമ്മുടെയും. ദാ, പുണ്യാളനത്ര കിളവനൊന്നുമല്ല. മാതാവിനെ കെട്ടുമ്പോ നല്ല ഒത്ത യുവാവ് തന്നെയായിരുന്നു. പക്ഷേ അന്ന് ഈ ഫോട്ടോ എടുക്കലൊന്നും ഇല്ലല്ലോ. പുണ്യാളന്റെ പടം വരച്ച ആള് മാതാവിന്റെ കന്യാത്വം സൂക്ഷിക്കണമെങ്കിൽ ഔസേപ്പിതാവ് ചെറുപ്പക്കാരനായാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാവും ഇതുപോലെ വയസ്സനായിട്ട് വരച്ചു വെച്ചത്. പിന്നെ എല്ലാവരും അത് ഏറ്റുപിടിച്ചു. ഇപ്പോ ഇങ്ങനെ ചിന്തിക്കണതിന് കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അല്ല, നിനക്കിതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവോ? ഔസേപ്പിതാവ് അത്ര വയസ്സനാണെങ്കിൽ ഗർഭിണിയായ മാതാവിനെയും കൊണ്ട് ബേത്ലഹേമിലേക്ക്, പിന്നെ അവിടെ നിന്ന് ഉണ്ണീശോയും കൊണ്ട് ഈജിപ്തിലേക്കൊക്കെ ഓടാൻ പറ്റുമോ? അവരെ സംരക്ഷിക്കാൻ ജോലിയെടുക്കാൻ പറ്റുമോ? അതാ പറഞ്ഞേ, പുണ്യാളൻ അന്നത്തെ ശക്തനും ധീരനുമായ ഒരു യുവാവായിരുന്നു. കല്യാണ പ്രായത്തിലുള്ള സുമുഖനായ ഒരു യഹൂദൻ, ദാവീദ് രാജാവിന്റെ കുടുംബക്കാരൻ, നല്ല നലം തികഞ്ഞ തച്ചൻ. ജോസഫേ, നീ വരുന്നില്ലേ? അവിടെ ദേവാലയത്തിൽ മേരിയുടെ വരനെ തീരുമാനിക്കുന്നത് ഇന്നാണ്. ആരാണ് ആ ഭാഗ്യവാനെന്ന് അറിയണ്ടേ? എവിടെ?
അവനെന്ത് സ്വപ്നം കണ്ട് കിടക്കുകയാണ്, ഇങ്ങനൊരു സ്വപ്നജീവി. അതെ അതെ, ഇന്നത്തെ സ്വപ്നത്തിൽ മേരിയെ അവന്റെ ഭാര്യയായി കിട്ടുമെന്നാവും. നടന്നത് തന്നെ. അതിനൊക്കെ എന്നെ പോലെ നല്ല ചുണക്കുട്ടന്മാരുണ്ട്. നീയൊന്ന് ചുമ്മായിരി. ഞാനത്ര മോശക്കാരനൊന്നല്ല. മേരിയും ഞാനും തമ്മിൽ നല്ല ചേർച്ചയായിരിക്കും. അതെ അതെ, നല്ല ചേർച്ചയായിരിക്കും. നിങ്ങളൊക്കെ കെട്ടിയാലേ ആ പാവം മേരി കുറെ കഷ്ടപ്പെടും. അതിനൊക്കെ ഞാൻ അവളെ പോലെ ഒരു വെള്ളരിപ്രാവിനെ പൊന്നു പോലെ നോക്കും. അത് നീ പറഞ്ഞത് ശരിയാ. മേരി ഒരു അരിപ്രാവ് തന്നെയാ. എൻ്റെ ഒരു വല്യമ്മ അവളുടെ അമ്മയുടെ സുഹൃത്തായിരുന്നു. അവര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇസ്രായേലിൽ മേരിയോളം വിശുദ്ധിയുള്ള ഒരു പെൺകുട്ടി വേറെ ഉണ്ടാവില്ല എന്ന്. ഏതായാലും അവളെ ഭാര്യയായി ലഭിക്കുന്നവൻ ഈ നാട്ടിലെ ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യനായിരിക്കും. ജോസഫേ, നീ എണീറ്റ് വരുന്നുണ്ടാ? ഞങ്ങള് പോവാ. നിൽക്ക് നിൽക്ക്, ഞാനൊക്കെ കേട്ടു. എനിക്കറിയാം, ദേ വരണു. എൻ്റെ അപേക്ഷ പ്രകാരം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ദാവീദ് വംശജരായ യുവാക്കളെ ശ്രദ്ധിക്കുവിൻ. കർത്താവ് സംസാരിച്ചിരിക്കുന്നു. അവിടുത്തേക്ക് മഹത്വമുണ്ടാകട്ടെ. അവിടുത്തെ മഹത്വത്തിൻ്റെ ഒരു രശ്മി താണിറങ്ങി വസന്തകാലത്തെ സൂര്യനെ പോലെ ഉണങ്ങിയ ഒരു കമ്പിന് ജീവൻ നൽകി അതിൽ അത്ഭുതകരമായി പുഷ്പങ്ങൾ വിരിയിച്ചിരിക്കുന്നു. ഇത്തരമൊരു പരീക്ഷ പ്രധാന പുരോഹിതനായ അഹറോൻ്റെ പൗരോഹിത്യം ഉറപ്പിക്കുന്നതിനായി നടത്തിയിട്ടുള്ളത് നിങ്ങൾ സംഖ്യയുടെ ചുരുളിൽ വായിച്ചിട്ടുണ്ടാകും. അന്ന് അഹറോൻ്റെ വടി പൂത്ത് തളിർത്ത് അതിൽ ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു. ഏതായാലും ദൈവം കനിഞ്ഞിരിക്കുന്നു. അവിടുത്തേക്ക് പ്രിയങ്കരിയായ കന്യകയെ സംരക്ഷിക്കാൻ, അവൾക്ക് കാവലാകാൻ കർത്താവിത ജോസഫിനെ, ഏറ്റവും പരിശുദ്ധനായ ഒരു യുവാവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പൂർണ്ണ സന്തോഷത്തോടെ വിശ്വാസത്തോടെ ഞാൻ മേരിയെ ജോസഫിനെ ഏൽപ്പിക്കുന്നു. ദാവീദിന്റെ വംശത്തിൽ നിന്നുള്ള ബെത്ലഹേമിലെ യാക്കോബിന്റെ മകൻ ജോസഫ് ഇന്നു മുതൽ ജോവാക്കിമിൻ്റെയും അന്നയുടെയും മകളായ മേരിയുടെ സംരക്ഷകനും തുണയുമായ ഭർത്താവായി ദൈവം നിശ്ചയിക്കുന്നു. ഇത് പ്രധാന പുരോഹിതന്റെ കൽപ്പനയാണ്. നിങ്ങൾ ഓരോരുത്തർക്കും ആ കെട്ടിൽ നിന്നും നിങ്ങളുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള കമ്പുകളെടുത്ത് പരിശോധിക്കാവുന്നതാണ്. ജോസഫ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മേരിയെ നിന്നെ ഏൽപ്പിക്കുന്നു. ദൈവത്തിന് നന്ദി. മേരിയെ ഞാനൊരു കുറവും വരുത്താതെ നോക്കിക്കൊള്ളാം. മകളെ, നിന്റെ അമ്മ ഇപ്പോഴില്ല. എന്നാൽ നിന്റെ വിവാഹവസ്ത്രവും എല്ലാ ചമയങ്ങളും അവൾ എത്രയോ മുമ്പ് തന്നെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇതിലെ ഓരോ നൂലിലും അവളുടെ സ്നേഹചുംബനങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപികയെ ഹന്ന, അങ്ങ് ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചതിന് ഒരുപാട് നന്ദി. നിന്നെ ഒരു രാജകുമാരിയെ പോലെ അലങ്കൃതയാക്കാൻ അന്നയും ജോവാക്കിമും ആഗ്രഹിച്ചിരുന്നു. സാമ്പത്തികമായി ഞെരുങ്ങുമ്പോൾ പോലും അവർ ഏറ്റവും മനോഹരമായ നിന്റെ വിവാഹ ദിവസം സ്വപ്നം കണ്ടിരുന്നു. ഏതായാലും അവർ ആഗ്രഹിച്ച പോലെ ഏറ്റവും പരിശുദ്ധനായ ഒരാൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോസഫിനെ നിന്റെ ഭർത്താവായി ദൈവം നിശ്ചയിച്ചിരിക്കുന്നു.
ജോസഫ് നിനക്ക് ഭർത്താവ് മാത്രമല്ല, അപ്പനും അമ്മയും സഹോദരനുമൊക്കെ ആയിരിക്കും. അതെ, അത്രമേൽ പരിപൂർണനാണ് ജോസഫ്. ജോസഫ്, മേരി നിന്നോട് അല്പം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, പ്രത്യേകിച്ചും അവളുടെ ഒരു വ്രതത്തെക്കുറിച്ച്. പിന്നെ ഇവൾ ധനികയൊന്നുമല്ല, പക്ഷേ നല്ലവളാണ്. മേരി, എനിക്കിപ്പോൾ സമാധാനമായി. നീതിമാനും കുലീനനുമായ ഒരുവനെ ദൈവം നിനക്കായി തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനി നിങ്ങൾ സംസാരിക്കേ. ഞങ്ങൾ മേരിയെ യാത്രയാക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്യട്ടെ. ഓ മേരി, എന്റെ പ്രിയതമേ, എന്റെ ജീവിതത്തിലേക്ക് സ്വാഗതം. ദൈവം എത്രയോ വലിയവനാണ്. നമുക്കവിടത്തേക്ക് നന്ദി പറയാം. ഒരിക്കൽ ഞാൻ മേരിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. നിനക്ക് ഓർമ്മയുണ്ടാവില്ല. അന്ന് നീ ഒരു കൊച്ചു കുഞ്ഞായിരുന്നു. മേരിയുടെ അപ്പനും അമ്മയും കുഞ്ഞു മേരിയെക്കുറിച്ച് പറഞ്ഞതെല്ലാം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. പിന്നെ അധികം താമസിയാതെ ചെറുപ്രായത്തിൽ തന്നെ മേരി ദേവാലയത്തിലേക്ക് വന്നല്ലോ. ആ നസ്രത്തിലെ നിങ്ങളുടെ വീട്, അതിനിപ്പോഴും കുഴപ്പമൊന്നുമില്ല. നമുക്കവിടമൊക്കെ നന്നായി ഒരുക്കിയെടുക്കാം. അവിടെ താമസിക്കാം. ഞാൻ നിന്റെ ഭർത്താവായി തിരഞ്ഞെടുക്കപ്പെടുമെന്ന് കരുതിയതല്ല. ഇതാ ഇപ്പോൾ മുതൽ എന്റെ ഹൃദയം ഞാൻ നിനക്ക് തരുന്നു. മേരി, ഞാനൊരു പ്രത്യേക കാര്യം നിന്നെ അറിയിക്കട്ടെ. ഞാൻ നാസിർ വ്രതം എടുത്തവനാണ്. എന്നാൽ പ്രധാന പുരോഹിതന്റെ കൽപ്പനയോടുള്ള അനുസരണം, അതൊന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത്. ജോസഫ്, ഞാൻ നിന്നോട് നന്ദി പറയുന്നു. പിന്നെ ഞാനും എന്നെ കർത്താവിന് സമർപ്പിച്ചവളാണ്. പ്രധാന പുരോഹിതൻ അതേപ്പറ്റി എന്തെങ്കിലും പറഞ്ഞോ എന്നറിയില്ല. എനിക്കറിയാം, ഇത് ഇസ്രായേലിലെ ആചാരമല്ല. എന്നാൽ ഒരു സ്വരം മിശിഹായുടെ വരവിന് ഒരു ത്യാഗമായി, സ്നേഹത്തിൽ നിന്നുള്ള ത്യാഗമായി എൻ്റെ കന്യകാത്വം സമർപ്പിക്കണമെന്നുള്ള ഒരു സ്വരം അതെന്റെ കാതുകളിൽ നിന്നും മായ്ക്കാനാകുന്നില്ല. മേരി, നിന്റെ ത്യാഗത്തോട് ഞാൻ എന്റേതും ചേർക്കുന്നു. നമ്മുടെ ജീവിത വിശുദ്ധി കൊണ്ട് നമുക്ക് നിത്യനായ പിതാവിനെ സ്നേഹിക്കാം. എന്നാൽ നമുക്കിനി യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ നോക്കാം. അങ്ങനെ ഔസേപ്പിതാവും മാതാവും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു. യഹൂദരുടെ കല്യാണമുറപ്പിക്കലും നമ്മുടെ മനസ്സമ്മതവും ഒരുപോലെയാണ്. അവർക്ക് ഉറപ്പിക്കൽ കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ കെട്ടിയാൽ മതി. പക്ഷേ ഉറപ്പിക്കൽ ചടങ്ങ് കഴിഞ്ഞാൽ ഏതാണ്ട് കല്യാണം നടന്നതിന് തുല്യമാണ്. എങ്ങാനും ആ ബന്ധം വേണ്ടെന്ന് വെക്കുന്നത് വിവാഹമോചനം ചെയ്യുന്നത് പോലെയാ. ഉറപ്പിക്കലിന്റെയും കല്യാണത്തിന്റെയും ഇടയിൽ ചെക്കൻ എങ്ങാനും മരിച്ച ആ പെണ്ണിനെ കന്യകയായ വിധവ എന്നാണ് വിളിക്കുക. ഈ യഹൂദരുടെ നിയമങ്ങൾ കുറച്ച് കട്ടിയാ. ഇന്നെങ്ങാനും തീരോ നിങ്ങളുടെ കഥ പറച്ചിൽ? ചോറ് വിളമ്പട്ടെ? അമ്മേ, കുറച്ച് കഴിഞ്ഞിട്ട് മതി. ഈ അമ്മമ്മ പറയണ കേൾക്കാൻ നല്ല രസമുണ്ട്. നമ്മുടെ മനുക്കുട്ടൻ ഇരിക്കുന്നത് കണ്ടോ? അമ്മാമേ, ബാക്കി പറ. ഔസേപ്പിതാവ് എവിടെ പോലീസായേ? പോലീസ് അല്ലാടാ, പട്ടാളം. ഓരോ മണ്ടത്തിൽ എഴുന്നള്ളിച്ചോണ്ട് വരും. നീ പോടി കുശുമ്പി, ഞാൻ എന്റെ അമ്മാമ്മോടെ ചോദിച്ചേ. വീണ്ടും തുടങ്ങിയോ രണ്ടാളും? ഞാൻ അവളെ ഹോസ്റ്റലിൽ കൊണ്ടുപോക്കാൻ പോവാ. വേഗം ഉണ്ടാക്കിക്കോ കുശുമ്പത്തി ചേച്ചീനെ. അമ്മേ, ഞാനൊന്നും പോവില്ല കേട്ടോ. വേണേ ദൈവനെ കൊണ്ടുപോട്ടെ എവിടെയെങ്കിലും. വഴക്ക് കൂടാതെ ആരും എവിടെയും പോണില്ല. പോരെ മനുക്കുട്ട, നീ കേൾക്കണുണ്ടാ? ഔസേപ്പിതാവും പട്ടാളക്കാരൻ തന്നെയാ. മാതാവിനും ഉണ്ണീശോയ്ക്കും സംരക്ഷണം നൽകിയ പട്ടാളക്കാരൻ. പക്ഷേ അതെന്താ അമ്മാമേ ഒരു പക്ഷേ? എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? എന്ത് പ്രശ്നമാ ഉണ്ടായത്?
വേഗം പറ മാമേ. പറയാം. അരുതേ, എന്റെ ദൈവമേ, പ്രവചനങ്ങൾ പൂർത്തിയാകുന്നു. രക്ഷകൻ ഇമ്മാനുവൽ ഈ ലോകത്തിലേക്ക് വരുന്നു, എന്റെ മേരിയുടെ ഉദരത്തിൽ നിന്ന്. പക്ഷേ മോശയുടെ നിയമം, ഞങ്ങൾ ഒരുമിച്ച് താമസിക്കും മുമ്പ് അവൾ ഗർഭിണിയാണെന്ന് ലോകമറിഞ്ഞാൽ, എന്റെ ദൈവമേ, ഇല്ല, മേരി കല്ലെറിയപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ പ്രിയപ്പെട്ടവൾക്ക് ഉറപ്പ് കൊടുത്തതാണ് ഞാൻ അവളെ കാക്കുമെന്ന്. എന്നാൽ ഞാൻ, എന്റെ ദൈവമേ, മേരി എന്ന ദൈവിക രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ വെറുമൊരു തച്ചനായ ഞാനോ? ഇല്ല, ഞാനതിന് യോഗ്യനല്ല. മേരിയുടെ പരിശുദ്ധിക്ക് മുമ്പിൽ ഇല്ല, എന്റെ അയോഗ്യതകൾ. ആരും അറിയാതെ ഒരു പിന്മാറ്റം, അതുമാത്രമാണ് ഇതിനുത്തരം. അപ്പോൾ മേരിയും കുഞ്ഞും സുരക്ഷിതരായിരിക്കും. ഭാര്യയെ ഗർഭിണിയാക്കി ഉപേക്ഷിച്ചവനെന്ന് ജോസഫ് അറിയപ്പെടും, അത് സാരമില്ല. പക്ഷേ ദൈവമേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിസാരനായി എന്നെ ദൈവപുത്രൻ അപ്പ എന്ന് വിളിക്കുകയോ? ഇല്ല, മേരിയുടെ ഭർത്താവായി ഞാൻ തെരഞ്ഞെടുക്കപ്പെടേണ്ടായിരുന്നു. ഒരു യാത്ര ദൂരേക്ക്. മേരി, എന്നോട് ക്ഷമിക്കൂ. നിന്റെ വിശുദ്ധിക്ക് മുമ്പിൽ ഞാൻ ഒന്നുമല്ല. നിന്റെ ഭർത്താവാകാൻ ഞാൻ യോഗ്യനല്ല. മേരി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്റെ പ്രാണനേക്കാൾ. പക്ഷേ ഈ പരീക്ഷണം എന്നോട് ക്ഷമിക്കൂ. എന്റെ ദൈവമേ, എന്നെ ശക്തിപ്പെടുത്തണേ. ഒരൽപ്പം മയങ്ങിയിട്ട് വേഗമുണരാം. പുലരും മുമ്പ് ഇവിടെ നിന്നും ഇറങ്ങണം. മേരി, ഈ പാപിയോട് ക്ഷമിക്കണേ. നിന്റെയും കുഞ്ഞിന്റെയും അരികിൽ വരാനുള്ള അർഹത അല്പം പോലും എനിക്കില്ല. പക്ഷേ മേരി, ഞാൻ എവിടെ പോയാലും എന്റെ ഹൃദയത്തിൽ നീ മാത്രമേ ഉണ്ടാകൂ.
ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അയ്യോ അയ്യോ അയ്യോ, എന്നെ തല്ലല്ലേ. രക്ഷകനെ കുറിച്ച് ആരോടും ഞാൻ പറയില്ല. അയ്യോ അയ്യോ അയ്യോ, എന്നെ തല്ലല്ലേ. ഹെരോദേസ് മഹാരാജാവ് എഴുന്നള്ളുന്നു. ഹെരോദേസ് മഹാരാജാവ് എഴുന്നള്ളുന്നു. ഹെരോദേസ് മഹാരാജാവ് എഴുന്നള്ളുന്നു. രാജാവ് നീളാൾ വാഴട്ടെ. രാജാവ് നീളാൾ വാഴട്ടെ. രാജാവ് നീളാൾ വാഴട്ടെ. ഇവന്റെ ശിക്ഷ ഇനിയും നടപ്പാക്കി കഴിഞ്ഞില്ലേ? ഇതെല്ലാവർക്കും ഒരു പാഠമാകട്ടെ. ഇനി ഇവിടെ ഒരാളും രക്ഷകനെ കുറിച്ച് ശബ്ദിക്കരുത്. രാജസിംഹാസനത്തിനെതിരെ, നമ്മുടെ സാമ്രാജ്യത്തിനെതിരെ രക്ഷകൻ വരും പോലും. നീ ഓർത്തോ, നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. നിന്റെ മാത്രമല്ല, രക്ഷകന് വേണ്ടിയും അവനെപ്പറ്റിയും പറയുന്ന എല്ലാ കീടങ്ങളുടെയും ഇവന് 100 ചാട്ടയടി നൽകി തുറുങ്കിലടയ്ക്കൂ. എന്ത്? ആ ജ്ഞാനികൾ, അവർ നമ്മെ പറ്റിച്ചു കടന്നു കളഞ്ഞെന്നോ? ജ്ഞാനികൾ പോലും നമ്മെ കബളിപ്പിച്ച് കടന്നു കളഞ്ഞ കള്ളപ്പരീക്ഷകൾ. നമ്മെ വിഡ്ഢിയാക്കാമെന്ന് കരുതിയവർ ഈ വാളിന്റെ മൂർച്ച അറിയാൻ പോകുന്നതേയുള്ളൂ. ഈ ഹെരോദേസിന്റെ ചാരക്കണ്ണുകൾ അവരുടെ പുറകെ ഉണ്ടെന്നവർ അറിയുന്നില്ല. പക്ഷേ അതിനു മുൻപ് അവനെ തീർക്കണം. അവർ പറഞ്ഞ രക്ഷകനെ. നമ്മുടെ സാമ്രാജ്യത്തിനെതിരെ തലപൊക്കാൻ ഒരു ഞാഞ്ഞൂലും ധൈര്യപ്പെടേണ്ട. രക്ഷകൻ പോലും
ആ വാക്ക് കേൾക്കുന്നത് പോലും നമുക്ക് വെറുപ്പാണ്. ആരെവിടെ? അടിയൻ പ്രഭു കൽപ്പിച്ചാലും. ഉടൻ തന്നെ ആ രക്ഷകനെ കണ്ടെത്തണം. ക്ഷമിക്കണം പ്രഭു, അത് അത്ര എളുപ്പമാകുമോ? പ്രവചനങ്ങൾ പറയുന്നത് രക്ഷകൻ ബെത്ലഹേമിലാണ് ജനിച്ചത് എന്നല്ലേ? ആ വിവരം കേട്ട 3 ജ്ഞാനികളും ഏതോ ഒരു നക്ഷത്രത്തിന്റെ പിന്നാലെ തപ്പിപ്പിടിച്ചു പോയതും അങ്ങോട്ട് തന്നെ. പിന്നെ അവർ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ രക്ഷകൻ ജനിച്ചിട്ട് 3-4 മാസമെങ്കിലും ആയിട്ടുണ്ടാകണം. ഒരു പക്ഷേ അതിൽ കൂടുതൽ. ഈ കാലഘട്ടത്തിൽ ബെത്ലഹേമിൽ വേറെ എത്രയോ കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ടാകും. അതിൽ നിന്നും ഈ രക്ഷകനെ കണ്ടെത്തുക അത് എളുപ്പമാവില്ല. നമ്മെപ്പറ്റി നീ എന്തു കരുതി? നീ പോലും അറിയാതെ നിന്റെ തല ഇവിടെ കിടന്നുരുളുന്നത് നിനക്ക് കാണണോ? അന്തിപ്പാത്തറിന്റെയും അവന്റെ അമ്മ മറിയാന്മയുടെയും ചോരയുടെ മണം ഈ കൊട്ടാരത്തിൽ ഇപ്പോഴുമുണ്ട്. നീ അത് അറിയുന്നില്ല എന്നുണ്ടോ? അന്തിപ്പാത്തർ മാത്രമോ? മറ്റു 2 മക്കൾ അലക്സാണ്ടറിനെയും അരിസ്റ്റോബുളസിനെയും കൊന്നത് ഇയാൾ മറന്നോ? പതിയെ പറയടാ, വെറുതെയല്ല ഹെറോദിന്റെ വളർത്തുപന്നിയാകുന്നതാണ് അവന്റെ മകനാകുന്നതിലും നല്ലതെന്ന് ആ സീസർ പറഞ്ഞത്. ആരെവിടെ? ബത്ലഹേമിലും പരിസരങ്ങളിലുമുള്ള 1 വയസ്സിന് താഴെയുള്ള, അല്ല 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും ഉടൻ തന്നെ കൊന്നുകളയുവാൻ നാം കൽപ്പിക്കുന്നു. ഒട്ടും കരയാതിൻ സ്വർഗത്തെ സ്വപ്നത്തിൽ കാണൂ. എങ്കിലും അമ്മയെ വേണം നീന വന്നു കൊൾഗോമനെ വന്നു കൊൾക. അമ്മ തൻ കുപ്പായ മുള്ളിൽ ഉറങ്ങുറങ്ങുറങ്ങുണ്ണീ. മേരി, മേരി, എന്തു പറ്റി ജോസഫ്? ആകെ വിഷമിച്ചാണല്ലോ. പണിശാലയിൽ എന്തെങ്കിലും? അത് മേരി, നമുക്ക് പെട്ടെന്ന് തന്നെ ഈജിപ്തിലേക്ക് പോകണം. ദൈവദൂതൻ സ്വപ്നത്തിൽ അറിയിച്ചതാണ്. ഈജിപ്തിലേക്കോ? ഈ അസമയത്ത്? ജോസഫ്, എന്തെങ്കിലും ആപത്ത്? എന്താണെന്ന് പറയൂ. മേരി, ഞാൻ നിന്നോട് എങ്ങനെ പറയും? എങ്ങനെ പറയാതിരിക്കും? ജോസഫ്, അങ്ങേക്കിത് എന്തു പറ്റി? ഇത്ര അസ്വസ്ഥനായി? എന്താണെങ്കിലും പറയൂ, എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ. അത് മേരി, ഹെറോദസ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. ബത്ലഹേമിലും പരിസരങ്ങളിലുമുള്ള ആൺകുഞ്ഞുങ്ങളെ, അതും 2 വയസ്സിന് താഴെയുള്ള
ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ വധിക്കുവാൻ. ഓ എന്റെ ദൈവമേ, എത്ര ക്രൂരമായ കൽപ്പന! ഉണ്ണിയെ കണ്ടുകഴിഞ്ഞ് ആ ജ്ഞാനികൾ വേറെ ഏതോ വഴിയിലൂടെ മടങ്ങിയത്രേ. അങ്ങനെ യഹൂദർക്ക് രക്ഷകനായി ജനിച്ചവൻ എവിടെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഹേറോദേസിന്റെ കുതന്ത്രം പരാജയപ്പെട്ടു. ദൈവമേ, അപ്പോ ഇങ്ങനെ ഈ കൊടും ക്രൂരത! ഓ എന്റെ ദൈവമേ, സഹായിക്കണേ. ജോസഫ്, നമ്മുടെ ഉണ്ണി, നമുക്കവനെ രക്ഷിക്കണം. മേരി, നീ ഭയപ്പെടാതെ, ഞാൻ കൂടെയില്ലേ. ഉണ്ണിക്കും നിനക്കും ഒന്നും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. എന്തു വില കൊടുക്കേണ്ടി വന്നാലും, അതിനി എന്റെ ജീവൻ കൊടുത്തിട്ടായാലും ഞാൻ നിങ്ങളെ സംരക്ഷിക്കും. നീ വേഗമൊരുങ്ങ്, നമുക്ക് പെട്ടെന്ന് തന്നെ പുറപ്പെടാം. അവിടെ ഈജിപ്തിൽ ദൈവം നമുക്ക് ഒരു കരുതൽ ഒരുക്കും. മേരി, എന്നാലും ദൈവത്തിന്റെ സ്നേഹം അതെത്ര വലുതാണ്. അവിടുന്നെല്ലാം അറിയുന്നു. അതുകൊണ്ടല്ലേ ആ ജ്ഞാനികളെ കുറെ സമ്മാനങ്ങളുമായി അയച്ചത്. തൽക്കാലം കുറച്ചുനാൾ പിടിച്ചു നിൽക്കാൻ അതുപകരിക്കും. അപ്പോഴേക്കും ഒരു പണിശാലയൊക്കെ ശരിയാക്കിയെടുക്കാം. ശരിയാണ്. ദൈവം എത്രയോ വലിയവൻ. അവിടുത്തെ സ്നേഹം, ഓ ദൈവമേ, നന്ദി. ഉണ്ണി ഉണരുമ്പോഴേക്കും ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു വെക്കട്ടെ. ഇതാ മേരി, ഈ ചാക്കുകൾ ഉപകാരപ്പെടും. ഞാൻ പോയി ഒരു കഴുതയെ തയ്യാറാക്കട്ടെ. പിന്നെ ഈ വീട് തരപ്പെടുത്തി തന്ന ആ ഇടയന്മാരോട് നന്ദി പറയണം. കുറച്ചു നാളുകളെങ്കിലും സൗകര്യത്തോടെ ഉണ്ണിയെ നോക്കാൻ കഴിഞ്ഞല്ലോ. അവർ ഇതിനകത്ത് കാണും. ഇതിനകത്തോ? മണ്ട, നീ ഈ ചെലന്തി വല കണ്ടില്ലേ? ആള് കയറിയിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടില്ലേ? വാ, നമുക്ക് അവിടെ നോക്കാം. എന്നാലും അവർ കൈ കിട്ടിയതായിരുന്നു. എവിടെ പോയി വിളിച്ചു? എനിക്കുറപ്പാ അതവർ തന്നെയാ. നീ ചെലക്കാണ്ട് വരണ്ട. അവർ ആ വഴിക്കെങ്ങാനും ഓടിക്കാണും. വേഗം വാ. ദൈവമേ, നന്ദി. ഈ ചിലന്തിവല സഹായിച്ചു. ഇത് കണ്ടപ്പോൾ അവർ ഇതിനകത്ത് ആളില്ലെന്ന് കരുതിയിട്ടുണ്ടാകും. മേരി, ഭയപ്പെടാതെ വരൂ. നമുക്ക് പതുക്കെ മുന്നോട്ട് നീങ്ങാം.
ജോസഫ്, ഈ കാട്, ഇവിടം കൊള്ളക്കാർക്ക് പേര് കേട്ട സ്ഥലമാണ്. നമ്മൾ ഇനിയും കുറേ സഞ്ചരിക്കണം. ഈജിപ്ത്, ദൈവമേ തുണയാകണേ. നിൽക്കവിടെ. സ്നേഹിതരെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞങ്ങൾ ദരിദ്രരാണ്. മഹാരാജാവിന്റെ വാൾത്തലയിൽ നിന്നും ഞങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയാണ്. ദയവു ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കരുതേ. കുഞ്ഞിനെ രക്ഷിക്കാനോ? ഹെറോദേസിന്റെ വാളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടേക്കാം. പക്ഷേ ഈ കാട് ഇതെന്റെ സാമ്രാജ്യമാണ്. ഇവിടെ ഞാൻ അറിയാതെ ഒരീച്ച പോലും അനങ്ങില്ല. ദേ, ഒന്നിങ്ങോട്ട് വന്നേ. അത് പിന്നെ അവരെ കണ്ടിട്ട് എന്തോ തീരെ പാവങ്ങളാണെന്ന് തോന്നുന്നു. വളരെ ക്ഷീണിതരുമാണ്. അവരുടെ കയ്യിലെ ആ കുഞ്ഞിനെ കണ്ടോ? നമ്മുടെ മകനെ പോലെ തന്നെ തോന്നിക്കുന്നു. അവരെ വെറുതെ വിടാം. ഭയപ്പെടേണ്ട, നിങ്ങളെ ഉപദ്രവിക്കാൻ മനസ്സനുവദിക്കുന്നില്ല. അയ്യോ, കുഞ്ഞാകെ തളർന്നിട്ടുണ്ടല്ലോ. ഞാൻ അല്പം പാല് കൊണ്ടുവരാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് നന്ദി. സഹോദരി, അല്പം വെള്ളം തരാമോ? ദുർഘടം നിറഞ്ഞ യാത്രക്കിടയിൽ കുഞ്ഞിന്റെ ദേഹമാകെ പൊടിയും അഴുക്കും പറ്റി. ബുദ്ധിമുട്ടാണെങ്കി വേണ്ടാട്ടോ. ഒരു ബുദ്ധിമുട്ടുമില്ല, ഇപ്പോ ശരിയാക്കാം. വളരെ നന്ദിയുണ്ട്. ഉണ്ണി, ഇവർ ഇല്ലായിരുന്നുവെങ്കിൽ വലുതായാലും ഈ ഉപകാരം മറക്കരുത് കേട്ടോ. ഇപ്പോഴാ അല്പം സമാധാനമായത്. സ്നേഹിതരെ, ഞങ്ങളിനി യാത്രയാകട്ടെ. നിങ്ങൾ ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി. ഇത് ഞങ്ങളുടെ മകനാണ്, ദേസ്മാസ്. ഇവന്റെ ഈ അസുഖം കണ്ടില്ലേ? മുഖമാകെ കുഷ്ഠം പിടിച്ച്. കരയാതിരിക്കൂ. ദൈവം നിങ്ങളുടെ കുഞ്ഞിനെ സുഖപ്പെടുത്തും. നിങ്ങൾ നന്മയുള്ളവരായിരുന്നാൽ മതി. എന്നാൽ ഇനി വൈകിക്കണ്ട, നമുക്ക് പുറപ്പെടാം. അയ്യോ, ഇതെവിടുന്നാ ഈ കരി? ഇതെന്ത് മറിമായം! ഐശ്വര്യം! എന്റെ കുഞ്ഞ് സുഖപ്പെട്ടിരിക്കുന്നു, എന്റെ കുഞ്ഞ് സുഖപ്പെട്ടിരിക്കുന്നു. നോക്കൂ, നമ്മുടെ മകൻ, അവന്റെ കുഷ്ഠം മാറിയിരിക്കുന്നു. അവൻ സുഖമാകപ്പെട്ടിരിക്കുന്നു. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണം, നിങ്ങളെ ഉപദ്രവിക്കാൻ നോക്കിയതിന്. നിങ്ങൾ ആരാണ്? പറയൂ, നിങ്ങൾ ആരാണ്? ആരായിരുന്നാലും ഞങ്ങളെ ഓർക്കണേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഇറങ്ങട്ടെ. മോനെ ദേസ്മാസ്,
നിന്നെ സുഖപ്പെടുത്തിയ അവർ ആരാണ്? ആ കുഞ്ഞ്, ആ അപ്പനും അമ്മയും. അമ്മാമേ, ആ വാവയ്ക്ക് പിന്നെ എന്തുണ്ടായി? ആ കുഞ്ഞും വളർന്നു. മത്ത കുത്തിയ കുമ്പളം മുളയ്ക്കോ? അവൻ അപ്പനേക്കാളും വലിയ കള്ളനായി. എന്നിട്ട് ബൈബിളിൽ നമ്മൾ വായിക്കുന്നില്ല, എന്നാലും ചില പാരമ്പര്യങ്ങളും പഴയ ഗ്രന്ഥങ്ങളുമൊക്കെ ഈ ദീസ്മാസിനെ കുറിച്ച് ചില വിവരങ്ങൾ നൽകുന്നുണ്ട്. എവിടുന്നാ? എന്താ പറയണേ? പറ, എന്നിട്ട് വേണം എനിക്കെന്റെ കൂട്ടുകാരോട് പറയാൻ. മനുക്കുട്ട, നമ്മുടെ കർത്താവിന്റെ ഇടത്തും വലത്തും ഓരോ കള്ളന്മാരെ വീതം കുരിശിൽ തറച്ചില്ലേ? അതിലെ നല്ല കള്ളനായി ദീസ്മാസ്. അന്ന് മാതാവ് ഉണ്ണിയോട് പറഞ്ഞില്ലേ അവർക്ക് ചെയ്തു കൊടുത്ത ഉപകാരം മറക്കരുതേ എന്ന്? ഈശോ അത് ഓർത്തു വെച്ചു. എന്നിട്ടെന്താ? കുരിശുമ കിടന്ന് എന്നെ ഓർക്കണമെന്ന് അവൻ പറഞ്ഞപ്പോ ഈശോ അവനെയും കൊണ്ട് സ്വർഗത്തേക്ക് പോയി. സ്വർഗം കട്ട കള്ളൻ. എന്നാലും ഈ ഈശോ എത്ര നല്ലവനാ. വേദനിച്ച് വേദനിച്ച് മരിക്കാൻ പോണ സമയത്തും ഇങ്ങനെ നന്മ ചെയ്തു. എന്റെ ഈശോയെ, ഉള്ളൊരുകിയുള്ള പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരം തരും. അത് എത്ര വൈകിയാലും. അല്ല, വൈകിന്നൊക്കെ നമുക്ക് തോന്നണതാ. ആ കള്ളനെ അപ്പോ രക്ഷിച്ചില്ലെങ്കിൽ അവൻ നരകത്തിൽ പോകില്ലായിരുന്നോ? എന്നാ ഇനി മുന്നെപ്പോഴെങ്കിലും ആണെങ്കിലോ? അവനും ഒരു ആഗ്രഹം വേണ്ടേ, മാനസാന്തരപ്പെടണമെന്നും രക്ഷപ്പെടണമെന്നും ഒക്കെ. ബാക്കി പറ മാമേ. ഈജിപ്തിലെത്തിയിട്ട് പിന്നെ എന്തുണ്ടായി? അവരവിടെ എന്താ ചെയ്തേ? ഓ, ഈ ചെക്കന് എന്താ തിരക്ക്. അവരൊന്നും ചെയ്തില്ല, ചുമ്മാ ഇരുന്നു പോരെ. തല്ല് പിടിക്കാതെ മോളെ, അവൻ കുഞ്ഞല്ലേ, പോട്ടെ, സാരമില്ല. നമുക്ക് ബാക്കി കഥ കേൾക്കാം. മേരി, നമുക്ക് തിരികെ ഇസ്രായേലിലേക്ക് പോകാൻ സമയമായി. ഉണ്ണിയെ കൊല്ലാൻ നോക്കിയവരൊക്കെ മരിച്ചെന്ന് ദൂതൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഉവ്വോ, ദൈവമേ നന്ദി. എന്നാൽ തിരിച്ചു പോകാനുള്ള ഒരുക്കങ്ങൾ ഉടനെ ചെയ്യാം. ഉണ്ണിക്ക് ഈ കൂട്ടുകാരെയൊക്കെ പിരിയാൻ വിഷമമായിരിക്കും. എത്ര വേഗമാണ് വർഷങ്ങൾ കടന്നുപോയത്. ഉണ്ണി, ഇവിടെ വരൂ. എന്താ അപ്പാ? ഇനി നാളെ കളിക്കാം. നാളെ വരുമ്പോൾ ഇന്ന് മേരിയമ്മ പഠിപ്പിച്ചത് പഠിച്ചിട്ട് വരണേ. ഉണ്ണി, നമുക്കൊരു യാത്ര പോകണം, തിരികെ നമ്മുടെ നാട്ടിലേക്ക്. നാട്ടിലേക്കോ? എന്നാ പോകേണ്ടത്? അവിടെ ആരൊക്കെ ഉണ്ടാകുക? അപ്പാ, ഞാൻ ഈ കാര്യം കൂട്ടുകാരോട് പറഞ്ഞിട്ട് വരട്ടെ. ശരി, സൂക്ഷിച്ചു പോണേ ഉണ്ണി. ഇതാരൊക്കെയാ വരുന്നത്? അൽഫേയൂസ്, മെൽഷേർ, എന്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ തിരിച്ചെത്തിയോ? യാത്ര സുഖമായിരുന്നോ? ഓ, എത്തി ജോസഫ്. പിന്നെ ഇത്തവണ കച്ചവടം അത്ര മോശമായില്ല, അതൊരു സന്തോഷം. ആ ജോസഫേ, അവിടെയൊക്കെ ആകെ മാറി. ആ ദുഷ്ടൻ ഹെരോദോസിന്റെ കാലം കഴിഞ്ഞു. ഹാ,
അതൊരു ഗതികിട്ടാത്ത കാലമായിരുന്നു. പിന്നെ ആൾ മരിക്കും മുമ്പ് രാജ്യം 3 മക്കൾക്കുമായി വിഭജിച്ചു. ഗലീലി അന്തിപ്പാസിന്, അങ്ങ് വടക്ക് കിഴക്കായി ജോർദാനപ്പുറം ഫിലിപ്പിന്. യൂദയായുടെ ഭരണം അർക്കലോവോസ് ആണ്. അപ്പൻ്റെ അതേ പ്രകൃതം. അതെ അതെ, ക്രൂരതയുടെ ഒരു പര്യായാന്നാ ആളുകൾ പറയുന്നത്. ഭരണം തുടങ്ങിയപ്പോൾ തന്നെ ഒരു കാരണവുമില്ലാതെ 3000 ആളുകളെയാണ് കൊന്നു തള്ളിയത്. എന്ത് ചെയ്യാനാ, അധികാരഭ്രാന്ത് മൂത്ത ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. ഓ എന്റെ ദൈവമേ, ഇതിനൊരു അവസാനമില്ലേ? അവസാനമോ? അതെന്നുണ്ടാകാനാണ്? ഒരുപക്ഷെ ആ രക്ഷകൻ വന്നാൽ എന്തെങ്കിലും മാറ്റം. അതെ, ദാവീദിന്റെ പരമ്പരയിൽ നിന്നും ഒരു രക്ഷകൻ ജനിക്കുമെന്ന് എത്രയോ പ്രവചനങ്ങൾ ഉള്ളതാണ്. എന്റെ യഹോവേ, ഞങ്ങൾ കാത്തിരിക്കുകയാണ് നീ അയക്കുന്ന രക്ഷകന്റെ വരവിനായി. അതിനി എന്നാണാവോ ദൈവമേ? അതൊക്കെ പോട്ടെ, മേരിയും ഉണ്ണിയും എവിടെ? കണ്ടില്ലല്ലോ. ഉണ്ണിയുടെ ആ ചിരിയും കൊഞ്ചിക്കൊണ്ടുള്ള സംസാരവും കേട്ടിരിക്കാൻ കൊതിയാകും. ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ വരുന്നതിന് തൊട്ടു മുമ്പാ അവൻ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയത്. മേരി അകത്തുണ്ട്, എന്തെങ്കിലും പണിത്തിരക്കിലാകും. നിങ്ങൾ വന്നതറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ വിളിക്കാം. വേണ്ട ജോസഫ്, മേരിയുടെ പണി നടക്കട്ടെ. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ, പിന്നെ വരാം. നിന്നെ കണ്ടപ്പോൾ ഒന്ന് കയറി എന്നേയുള്ളൂ. ഇനി കുറച്ച് വിശ്രമിക്കണം. മേരി, മേരി, ഞാൻ അല്പം വിശ്രമിക്കട്ടെ. നീ എന്തെങ്കിലും ഭക്ഷണം ശരിയാക്കിക്കോ. ഞാനൊരു കുഞ്ഞാടിനുണ്ടാക്കാൻ നോക്കിയതാ. ഞാൻ കാണിച്ചു തരാം. നമ്മൾ എപ്പോഴാ പോകുന്നത്? പോണം. മേരി, ദൂതൻ വീണ്ടും വെളിപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ ഗലീലയിലേക്ക് പോയാൽ മതിയെന്ന്, അവിടെ താമസിച്ചാൽ മതിയെന്ന്. അവിടെയാണ് എൻ്റെ കുഞ്ഞിനെ സുരക്ഷിതമായ സ്ഥലം. അവിടെ നസ്രത്തിൽ നമ്മുടെ വീടുണ്ട്. എൻ്റെ കുഞ്ഞിനെ അവിടെ ഒരു ആപത്തും ഉണ്ടാവില്ല. ഒന്നും പേടിക്കണ്ട. ഞാൻ എന്തിനാ പേടിക്കുന്നത്? അപ്പൻ കൂടിയുള്ളപ്പോൾ എനിക്ക് ഒരു ആപത്തും വരില്ല. അമ്മയ്ക്കും എനിക്കും അപ്പൻ കാവലല്ലേ. അപ്പനാ എന്റെ കാവൽക്കാരൻ. ഉമ്മ
ഇതാ കുറച്ച് ഓറഞ്ച്. ആ തെരുവിലൊരു വണ്ടിക്കാരൻ നിൽക്കണില്ലേ, ആളെന്ന് വാങ്ങിയതാ. മനുക്കുട്ട, ഇത് അമ്മാമിക്ക് കൊടുത്തേ. ആ, ഇനി ഇതാ അപ്പന്. അമ്മ എനിക്ക്. കുട്ട, ഇത് ചേച്ചിക്ക് കൊടുക്ക്. മനുക്കുട്ട വാ. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകുവാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ ചെന്ന് പാർത്തു. ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി അമ്മേ. അമ്മ പറഞ്ഞത് കുറച്ചൊക്കെ ഞാൻ ഉമർത്തിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഇനി ബാക്കി കഥ ഞാൻ പറയാം. അപ്പൻ ഏത് കഥയാ പറയുന്നത്? യവ്സേ പിതാവ് നമ്മുടെ വീടിന് കാവൽ നിന്ന കഥ. കഥയല്ല, നമ്മുടെ ജീവിതം. പുണ്യാളന്റെ മാധ്യസ്ഥം കൊണ്ടാ മോനെ നീയും ചേച്ചിയും നിങ്ങളുടെ അമ്മയും ഞാനും ഇപ്പൊ ജീവനോടെ ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ എനിക്കത് ഓർക്കുമ്പോ തന്നെ അന്ന് 10-30 അടി താഴ്ചയിലേക്കാ നമ്മുടെ കാർ തലകുത്തി മറിഞ്ഞത്. മനുക്കുട്ടനെ അതൊന്നും ഓർമ്മയുണ്ടാവില്ല, അവൻ തീരെ കുഞ്ഞായിരുന്നല്ലോ. എനിക്കോർമ്മയുണ്ട് ആശുപത്രിയിൽ കിടന്നത്. പിന്നെ ഞാൻ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ ഡോക്ടർ അടുത്തേക്ക് വന്നതും അമ്മ ഇപ്പൊ വരുമെന്ന് പറഞ്ഞതും ഒക്കെ ഓർമ്മയുണ്ട്. നമ്മൾ അന്ന് വാഗമണ്ണിൽ നിന്നും തിരിച്ചു വരികയായിരുന്നു. വൈകുന്നേരമേ ആവണുള്ളൂ. ഒരു ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഏതാണ്ട് 1000 അടി മുകളിലാ നമ്മള്. താഴെ അഗാധമായ കൊക്ക, നിറയെ മരങ്ങളും കാട്ടുചെടികളും കിളികളുടെ ബഹളവും ചെറിയൊരു കാറ്റും പാട്ടും ചിരിയുമൊക്കെ ആയി ഇങ്ങനെ നല്ല രസമായിട്ട് ഒരു വളവ് തിരിഞ്ഞതാ. ഒരു മിന്നായം പോലെ എന്തോ ഒന്ന് നമ്മുടെ വണ്ടിയുടെ മുന്നിലേക്ക് ഒറ്റ ചാട്ടം. ഒരു വലിയ കാട്ടുപന്നിയായിരുന്നു. കാറ് തിരിഞ്ഞ് തെന്നി മാറി നേരെ താഴേക്ക്. ഒറ്റ സെക്കൻഡ് കൊണ്ട് കാര്യങ്ങൾ കയ്യിന്ന് പോയിന്ന് മനസ്സിലായിപ്പോ ചങ്ക് പൊട്ടി ഒറ്റ വിലയായിരുന്നു. എന്റെ പുണ്യാളാന്ന് ആരോ പിടിച്ചു നിർത്തിയതുപോലെ കാറൊരു മരക്കൊമ്പിൽ തട്ടി അവിടെ തങ്ങി നിന്നു. ഒരു പോറൽ പോലും ഇല്ലാതെ നമ്മൾ 4 പേരും. എവിടുന്നൊക്കെ ആളുകൾ ഓടിക്കൂടിയത് ഓർക്കുമ്പോ ഇപ്പോഴും എല്ലാവരും വലിയ അത്ഭുതത്തോടെ നമ്മളെ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അന്ന് വരെ അവിടെ നിന്ന് ആരെയും ജീവനോടെ കിട്ടിയിട്ടില്ലാത്രേ. മോനെ, നിനക്കറിയോ നമ്മുടെ പള്ളിയിലിരിക്കുന്ന പുണ്യാളൻ? ആ പുണ്യാളൻ വിളിച്ചാൽ ആ വിളിപ്പുറത്തോടി വരുന്നവനാ. വിളിക്കുന്നവർക്കൊക്കെ കാവലാകുന്നവൻ, കാവലാൾ.
നഗരിൻ താതനേ കാവലായ വിശുദ്ധനേ അമലനഗരിൻ താതനേ കാവലായ വിശുദ്ധനേ യൗസേ പിതാവേ വളർത്തു പിതാവേ കാവലാകണമേ കാവലാകണമേ ദേവസുതന്റെ നിഴലായവനേ കാവലാകണമേ കാവലാകണമേ അമലനഗരിൻ താതനേ കാവലായ വിശുദ്ധനേ അമലനഗരിൻ താതനേ കാവലായ വിശുദ്ധനേ യൗസേ പിതാവേ വളർത്തു പിതാവേ കാവലാകണമേ കാവലാകണമേ യൗസേ പിതാവേ വളർത്തു പിതാവേ